ആദരണീയരും ബഹുമാന്യരുമായ എൻ്റെ ആത്മസഹോദരങ്ങളെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച MVSSൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ K. സേതുമാധവൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ MVSSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MP രവീന്ദ്രൻ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട VK ശ്രീകണ്ഠൻ MP, ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, MVSSൻ്റെ പ്രവർത്തകരെ, സംഘടനാ പ്രതിനിധികളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ആമുഖമായി തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലാകമാനവും സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് മണ്ണാൻ സമുദായ സംഘത്തിൻ്റെ 21ാമത് സംസ്ഥാന സമ്മേളനം നടത്തപ്പെടുന്നു. മറ്റെല്ലാ കാലത്തെ അപേക്ഷിച്ചും ജാഗരൂകതയോടെ പ്രവർത്തിക്കേണ്ട, അത്തരം വലിയ ബോധ്യത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പരാമർശയോഗ്യമാണ്. ഇവിടെ അനുശോചന പ്രമേയത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രഭാഷണത്തിലും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ട, മരിച്ച എന്ന് ഞാൻ ഉപയോഗിക്കത്തില്ല, മരിച്ചതല്ല, കൊന്നതാണ്, കൊല ചെയ്യപ്പെട്ട നിതിൻ രാജിൻ്റെ സ്ഥാപന ഹിംസ നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഏതോ ഒരു വീട്ടിലെ ഏതോ ഒരു ദളിത് വിദ്യാർത്ഥിയുടെ വിഷയമാണ് എന്ന് പൊതുവെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ, നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളെല്ലാം, നമ്മളെ നേരിട്ട് സ്പർശിക്കാത്ത വിഷയങ്ങളെല്ലാം നമുക്ക് പുറത്തുള്ളതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരള സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 10ഓളം കൊലപാതകങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. 10ഓളം കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം മാത്രം. 2004 രജനീയ സാനന്ദിൻ്റെ ആത്മഹത്യയിൽ, സ്ഥാപന ഹിംസയിൽ തുടങ്ങിയതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ 10ഓളം വിദ്യാർത്ഥികൾ, ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒരു അധ്യാപകനായത് കാരണം ക്ലാസ്സിൽ അച്ചടക്കമില്ലെങ്കിൽ അത് ഉറക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെല്ലാം മുതിർന്നവരാണെന്നും വലിയ പ്രമുഖരായ സംഘടനാ പ്രവർത്തകരാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ആ മനസ്സിലാക്കലെ നിങ്ങൾ തിരുത്തരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഡോക്ടർ B.R. അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സംഘടനയ്ക്ക് ആദ്യം വേണ്ടത് അച്ചടക്കമാണ്. അച്ചടക്കമില്ലാത്ത സംഘടനയേ അല്ല. അപ്പോൾ നമുക്കൊരു ഹാളിൽ വന്ന് 10 മിനിറ്റ് അച്ചടക്കം പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സമുദായത്തെ നമ്മൾ എങ്ങനെ നയിക്കുമെന്നാണ് വിചാരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അച്ചടക്കം പാലിക്കണമെന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. വാക്കുകൾ കടത്തു പോയെങ്കിൽ ക്ഷമിക്കുക, ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് ശീലിച്ചു പോയി, നിവർത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ സ്ഥാപന ഹിംസ കഴിഞ്ഞ് 10 വർഷം തുടരുന്ന സ്ഥാപന ഹിംസയുടെ ഒരു തുടർച്ചയായിട്ടാണ് എന്നുള്ളതാണ്. ഡോക്ടർ N.K. റാം എന്ന് പറയുന്ന അധ്യാപകൻ ആ കുട്ടിയെ വിളിച്ചത് പുഴുത്ത പട്ടി എന്നാണ്. നമ്മളെല്ലാവരും കേട്ടതാണ്, മാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ തുറന്നു പറച്ചിലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയെ വിളിക്കുന്ന എന്താണ്? പുഴുത്ത പട്ടി എന്നാണ്. ആ വിദ്യാർത്ഥിയുടെ മാതാവിനെ അധിക്ഷേപിക്കുക. സംഭവം നടന്നിപ്പോൾ 20 ദിവസത്തിലധികം കഴിഞ്ഞിട്ടും കേരള പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നോക്കൂ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കുടം കളഞ്ഞു പോയപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് കൊണ്ടുവന്ന പോലീസാണ്. ഉത്തരാഖണ്ഡിൽ നിന്ന് കുടം പിടിച്ചുകൊണ്ട് വന്ന് 24 മണിക്കൂറിനുള്ളിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാണാതെ പോയ കുടം കണ്ടെടുത്ത കേരള പോലീസിന്
ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് കാരണക്കാരനായ NK റാമിനെ 20 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദളിത് സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കേണ്ടത് വളരെ ലളിതമായ കാര്യമാണ്. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സംഗീത നമ്പ്യാരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാഞ്ഞത്? മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ സർക്കാർ ആരുടെ കൂടെയാണ്? കേരളം ഭരിക്കുന്ന ഈ സർക്കാരും കേരളം ഭരിക്കുന്ന പോലീസും ദളിത ആദിവാസികളുടെ കൂടെയല്ല. അവർ ദളിതരെ ആദിവാസികളെ അടിച്ചമർത്തുന്ന വരേണ്യ മേധാവിത്വത്തോടൊപ്പമാണ് കേരളം ഭരിക്കുന്ന ഭരണകൂടമെന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നീതി തരില്ല എന്നാണ് 20 ദിവസം കഴിഞ്ഞിട്ടും പ്രതി അറസ്റ്റ് ചെയ്യാത്തതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ റിപ്പോർട്ടർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മന്ത്രിമാരെല്ലാവരും ഫേസ്ബുക്കിൽ പ്രസ്താവന ഇറക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടെയാണ് ഈ ധർമ്മടം. ആ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് എഴുതി. ഇത് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിതിൻ രാജിൻ്റെ മരണത്തിൽ നമുക്ക് മന്ത്രിമാരുടെ പ്രസ്താവനയല്ല ആവശ്യം. പ്രസ്താവന ഞങ്ങളെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ നടത്തിക്കോളാം. മന്ത്രിമാരുടെ എന്താണ് ആവശ്യം? മന്ത്രിമാരുടെ ആക്ഷനാണ് ആവശ്യം, അല്ലാതെ പ്രസ്താവനയല്ല. ഇതിപ്പോൾ എല്ലാവരും പ്രസ്താവന ഇറക്കുകയാണ്. പ്രസ്താവന കൊണ്ട് എന്ത് കാര്യം? ഇത്രയും ദിവസവും പ്രസ്താവന ഇറക്കിയിട്ടും പോലീസിൻ്റെ മൂക്കിന് താഴെയുള്ള NK റാമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സംഗതികൾ വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. നമ്മൾ കേരളം മുഴുവൻ അതിദാരിദ്ര്യ വിമുക്തമായി എന്നാണ് പ്രഖ്യാപനം. ഞാൻ കഴിഞ്ഞ മാസം അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് അല്ലാതെ ശബരിമല റാന്നി പ്രദേശം ആദിവാസി കോളനികൾ സന്ദർശിക്കാനിടയായി. നമ്മൾ അതിദാരിദ്ര്യ വിമുക്തമായെന്നാണല്ലോ പറയുന്നത്. ആ ആദിവാസി കോളനികൾ ഇപ്പോൾ ഉന്നതി എന്നറിയപ്പെടുന്നത്. പേര് മാത്രമേ ഉള്ളൂ ഉന്നതി എന്ന്. ഒരു ഉന്നതിയില്ല. എത്ര ദുരിതം പിടിച്ച സാഹചര്യത്തിലാണെന്നറിയാമോ കേരളത്തിൽ ഈ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികൾ കഴിയുന്നത്? എന്നിട്ട് നമ്മൾ പറയുന്ന അതിദാരിദ്ര്യ വിമുക്തമായ. ആരുടെ അതിദാരിദ്ര്യം? അപ്പം ജാർഖണ്ഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ദളിതരെ ആദിവാസികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ നമുക്ക് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലൊരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്നത്. അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ഗതി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്ന് ജാതി അങ്ങ് പോയി മറഞ്ഞു. കേരളം നമ്പർ 1 പുരോഗമന കേരളമാണെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ചുമ്മാതാ, വെറുതെ പറയുന്നതാണ്. നമ്മുടെ ഈ സംസ്ഥാനത്താണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തൃശ്ശൂരിൽ. അവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കഴകക്കാരൻ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം 6 തന്ത്രിമാരാണ് പൂജയിൽ നിന്നും വിട്ടുനിന്നത്. അവർ പറഞ്ഞത്, ഈഴവനായ കഴകക്കാരനുള്ള സ്ഥലത്ത് ഞങ്ങൾ പൂജ ചെയ്യില്ല. നമ്മൾ പൊതുവെ ഈ ബ്രാഹ്മണരെ പറ്റിയുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. ഭഗവത്ഗീതയിലും മറ്റും ഈ ബ്രാഹ്മണ സങ്കല്പം വിശദീകരിക്കുന്നുണ്ട്. സത്യം മാത്രം പറയുന്നവർ. ഭാസൻ്റെ ഒരു നാടകമുണ്ട് പഞ്ചരാത്രം. അതിൽ ദ്രോണരെ വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണാർജവ ബുദ്ധേ, കള്ളമെന്തെന്നറിയാത്ത ബ്രാഹ്മണ. ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയി. ഇനി അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പോയി ചുരണ്ടി നോക്കണം. കാരണം നമ്മൾ കാണുന്നത് മായയാണോ എന്ന് സംശയം. ആ രീതിയിൽ ശബരിമലയിലെ സ്വർണവും വാതിൽപ്പടിയും കൊടിമരവും സ്വർണം മുഴുവൻ ബ്രാഹ്മണർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടും ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ എന്തോ വിശിഷ്ട ജന്മാക്കളാണ്, നമ്മളെക്കാൾ ദളിതരെ ആദിവാസികളെക്കാളും ശ്രേഷ്ഠരാണ് എന്നൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു കെട്ടുകഥ. ഒന്നുമല്ല. നോക്കൂ, ബിന്ദു എന്ന് പറയുന്നൊരു ദളിത് സ്ത്രീ, നിങ്ങൾക്കറിയാം, നിങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മാല മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പട്ടികജാതിക്കാരിയെ കള്ളപ്പരാതിയുടെ പേരിൽ മിനിറ്റുകൾക്കുള്ളിൽ തിരുവനന്തപുരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അവരോട് പോലീസ് ഏമാന്മാർ പറഞ്ഞത് കക്കൂസിൽ പോയി വെള്ളം കുടിക്കാനാണ്. ഈ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ പോറ്റി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ കേരള പോലീസ് സംഭാരം വാങ്ങിക്കാൻ ഓടി നടക്കുക. ഇതാണ് ബ്രാഹ്മണരോടും ദളിതരോടുമുള്ള കേരള പോലീസിൻ്റെ നടപടിക്രമം.
കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, നിയമ സംവിധാനങ്ങളിൽ, അധികാരത്തിലെല്ലാം അതിശക്തമായ രീതിയിൽ ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജാതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളം നമ്പർ 1 ഒന്നുമല്ല. കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അടഞ്ഞ ജാതിക്കുള്ളിലെ മറ്റൊരു അടഞ്ഞ സമൂഹമാണ് കേരളം. അടഞ്ഞ സമൂഹമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിലുള്ളവർ ജാതിക്കുള്ളിൽ തന്നെ വിവാഹം കഴിക്കുന്നവർ. ഈഴവ മാട്രിമോണി, നായർ മാട്രിമോണി, ചാവറ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ഇങ്ങനെ SC/ST ഒഴികെ ആണ് കല്യാണങ്ങൾ. ഇങ്ങനെ ജാതിക്കുള്ളിൽ വിവാഹം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കൂടി നമ്മളെല്ലാവരും അങ്ങ് പുരോഗമനകാരികളാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്വയം ഇരുന്ന് ആനന്ദിക്കാമെന്നുള്ളതല്ലാതെ ചരിത്രവുമായിട്ടോ വസ്തുതകളുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യാതൊരു ബന്ധവും ഇല്ല. അത്രമാത്രം പുരോഗമന വിരുദ്ധമായ ഒരു ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിശക്തമായ വെല്ലുവിളിയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ കോടിക്കണക്കിന് പൊതുപണമാണ് എയ്ഡഡ് മേഖലയിലേക്ക് ഒഴുകുന്നത്. കോടിക്കണക്കിന് പണം. അവിടെല്ലാം ആരാണ് അധ്യാപകരായിട്ടുള്ളത്? അവിടെല്ലാം അധ്യാപകരായിട്ടുള്ളത് കേരളത്തിലെ വരേണ്യ മധ്യമ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അധ്യാപകരായിട്ടുള്ളത്. എത്ര പട്ടികജാതിക്കാരുണ്ട്? അതിൽ എത്ര പട്ടികവർഗക്കാരുണ്ട്? വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്ന അനുസരിച്ച് എയ്ഡഡ് മേഖലയിലെ ദളിത് ആദിവാസി പ്രാതിനിധ്യം 0.03%. ആരുമില്ല. അതെല്ലാം പോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. എത്ര പട്ടികജാതിക്കാരുണ്ട് അവർ അധ്യാപകരായിട്ട്? മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു നിർദ്ദേശം കൊണ്ടുവന്ന് ഒരു ബില്ല് കൊണ്ടുവന്നതിൻ്റെ അടുത്ത ദിവസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ വന്നു. രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിച്ച് പുള്ളിയെ വടക്കോട്ട് കയറ്റി അയച്ചു. അതോടുകൂടി ബില്ലിൻ്റെ കാര്യവും തട്ടിമ്പുറത്തായി. ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ മലബാർ ദേവസ്വം ബോർഡിൻ്റെയോ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ സ്ഥാപനങ്ങളിൽ എന്തില്ല? സംവരണമില്ല. ഞാൻ ആനുകൂല്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആനുകൂല്യമല്ല, അവകാശമാണ്. അതുകൊണ്ട് ആനുകൂല്യം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. ആനുകൂല്യം ഔദാര്യമാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല, നമ്മൾ ആവശ്യപ്പെടുന്ന അവകാശമാണ്. ഭരണഘടന നമുക്ക് നൽകിയ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയെ തന്നെ റദ്ദ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്ന ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ജാതി കോളനിയായി നിലനിൽക്കുന്നതിൻ്റെ അനന്തര ഫലമാണ് നിതിൻ രാജിൻ്റെ കൊലപാതകം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കണ്ണൂർ ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ ഒരു പട്ടികജാതിക്കാരനെങ്കിലും ഉണ്ടോ അധ്യാപകനായിട്ട്? ഉണ്ടോ? ആരുമില്ല. ഒരധ്യാപകനെങ്കിലും ആ കുട്ടിയുടെ മനോവിഷമത്തിനൊപ്പം നിന്നായിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഈ ഗതി വരുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവരൊക്കെ അധ്യാപകരാണോ? ഇവർ അധ്യാപകരല്ല, ഇവരെ മൃഗങ്ങളെന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ NK റാമിനെയും ഡോക്ടർ സംഗീത നമ്പ്യാരെയും വിളിക്കേണ്ടത് മൃഗങ്ങളെന്നാണ്. ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ജന്തുക്കളെ വേറൊന്നും കണ്ടിട്ടില്ല. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വ്യക്തി കോപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതി. പശുവിൻ്റെ ഇടയിൽ ബ്രാഹ്മണ പശു, ശൂദ്ര പശു, നായർ പശു, പുലയ പശു അങ്ങനെ ഉണ്ടോ? ഏത് പശുവിൻ്റെ പാല് കറന്നാലും പാല് കിട്ടും. പശുക്കളുടെ ഇടയിൽ ജാതിയില്ല. ഗുരു പറഞ്ഞത് പശുക്കളുടെ ഇടയിൽ ജാതി ഇല്ലാത്തതുപോലെ പശുവിനെ പശുത്വത്തിൻ്റെ പേരിലാണ് തിരിച്ചറിയുന്നതെങ്കിൽ മനുഷ്യരെ തിരിച്ചറിയുന്നത് എന്തിൻ്റെ പേരിലായിരിക്കണം? മനുഷ്യത്വത്തിൻ്റെ പേരിലായിരിക്കണം. പക്ഷേ മലയാളികൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മനുഷ്യരെ തിരിച്ചറിയുന്നവരാണോ? അല്ല. ഒരു പുതിയ സ്ഥാപനത്തിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എന്തായിരിക്കും? ഒരു സർക്കാർ സ്ഥാപനത്തിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് എന്തായിരിക്കും? അയാളുടെ ജാതിയായിരിക്കും. അയാളുടെ ജാതിയായിരിക്കും മലയാളികൾ അന്വേഷിക്കുന്നത്.
ഒരു ചെറിയ ഉദാഹരണം പറയാം, ചിലപ്പോൾ എളുപ്പം മനസ്സിലാകുന്നൊരു കാര്യമാണ്. പൊതുവേ ഇവിടെ കൂടിയിരിക്കുന്നവർ ഭൂരിഭാഗവും വിശ്വാസികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്പലത്തിലൊരു പുതിയ ശാന്തിക്കാരൻ വന്നു. കേരളത്തിലെ മലയാള സ്ത്രീകൾ ISROയെക്കാട്ടിലും വേഗത്തിൽ, CBIയെക്കാട്ടിലും വളരെ വേഗത്തിൽ വന്ന ശാന്തിക്കാരൻ ബ്രാഹ്മണനാണോ അബ്രാഹ്മണനാണോ എന്ന 24 മണിക്കൂറിനുള്ളിൽ ഗവേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കും. അതാണ് മലയാള കുലസ്ത്രീകളുടെ പ്രത്യേകത. ശരിയല്ലേ? നമുക്ക് പോലും ഒരു നമ്പൂതിരി പൂജിച്ചാലേ ശരിയാവും. ആണോ അല്ലയോ? ആണോ അല്ലയോ? പറയണം. അതെ, നമുക്ക് പോലും ഈ ജാതിബോധം നമ്മുടെ ഉള്ളിലും കിടക്കുക. നമ്പൂതിരി വന്ന് പ്രതിഷ്ഠ ഇരുത്തിയാലേ നമ്മുടെ മനസ്സിലും ആനന്ദത്തുന്തിലാകത്തുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ജാതിക്കെതിരെ വലിയ പ്രഭാഷണം. ആദ്യം നമ്മൾ നന്നാവണം. നമ്മുടെ ഉള്ളിൽ ജാതിബോധം ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ ജാതിബോധം വെച്ചോണ്ടാണ് നമ്മൾ വലിയ പ്രഭാഷണമാണ് ജാതിക്കെതിരെ. ആദ്യം നമ്മൾ നന്നാകണം. ഇൻറ്റേർണൽ ക്രിറ്റിസൈസേഷൻ നടക്കണം, ആത്മവിമർശനം നടക്കണം. ഇപ്പോഴും നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയി അയിത്തം അനുവദിച്ചു കൊടുക്കുന്നവരല്ലേ മലയാളികൾ? പോറ്റി നമ്പൂതിരി പ്രസാദം എറിഞ്ഞു തരുമ്പോൾ ലജ്ജയില്ലാതെ നടു കുനിഞ്ഞ് നിന്ന് പ്രസാദം വാങ്ങിക്കുന്നവരല്ലേ മലയാളികൾ? ആണോ അല്ലയോ? അതെ. എന്നിട്ട് അയിത്തത്തിനെതിരെ വലിയ വലിയ പ്രഭാഷണമാണ്. അമ്പലത്തിൽ പോയി എത്ര നടു പുറകോട്ട് 90 ഡിഗ്രി 180 ഡിഗ്രി കുനിയും. എന്നിട്ട് ഇവിടെ വന്ന് പ്രഭാഷണമാണ്. ജാതിക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാട്ടമാണ്. അമ്പലത്തിൽ പോയി എല്ലാ തൊട്ടുകൂടായ്മ അനുവദിച്ചിട്ട് വന്നിട്ട് സെമിനാർ ഹാളിൽ അയിത്തത്തിനെതിരെ പോരാടാൻ ലജ്ജയില്ലേന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നടന്നു വരുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വടക്കേമങ്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ, മാവേലിക്കരയ്ക്കടുത്ത്. കുറവ സമുദായം ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണ് ഈ വടക്കേമങ്കുഴി, ആലപ്പുഴ ജില്ലയിലെ വസൂരിമാല ഭഗവതി ക്ഷേത്രം. അവിടെ ഒരു ദളിതനായ പൂജാരി വന്നു. ആ ദളിതനായ പൂജാരിക്കെതിരെ ആദ്യം പ്രക്ഷോഭം ഉണ്ടാക്കിയത് നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും നായരോ നമ്പൂതിരി ആയിരിക്കുമെന്ന്. അല്ല. അയാൾക്കെതിരെ ഏറ്റവും വലിയ ജാതി അധിക്ഷേപം അഴിച്ചുവിട്ടത് കുറവ സമുദായക്കാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരാണ് ശ്രേഷ്ഠരെന്ന ജാതിബോധം നമ്മുടെ ഉള്ളിലും കിടക്കുകയാണ്. ഇത് ആത്മവിമർശനപരമായി പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. തന്നെയുമല്ല, ഒരു കാര്യം പറയാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. അത് എന്ന് പറയുന്നത്, നമ്മൾ അയിത്തത്തിനെതിരെ സംസാരിക്കുന്നു, തൊട്ടുകൂടായ്മയ്ക്കെതിരെ സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അയിത്തത്തെയും തൊട്ടുകൂടായ്മയെയും നിലനിർത്തുന്ന ഗ്രന്ഥങ്ങൾ താങ്ങിക്കൊണ്ട് നടക്കുന്നവരല്ലേ നമ്മൾ? അല്ലേ? അതെ. നിസ്സാരമായൊരു കാര്യം പരിശോധിച്ചാൽ മതി. കർക്കിടക മാസമായാൽ ഇപ്പോൾ മലയാളികൾ മുഴുവൻ വായിക്കുന്ന പുസ്തകം എന്താണ്? രാമായണമാണ്. ഇപ്പം എനിക്ക് തിരുവിതാംകൂറിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പാലക്കാട് അങ്ങനെ തന്നെയാണോ എന്ന് അതിസൂക്ഷ്മമായിട്ട് അറിഞ്ഞുകൂടെ? പാലക്കാട് അങ്ങനെ തന്നെയാണോ? കർക്കിടക മാസമായ ഇപ്പോൾ രാമായണ വായനയാണ്. വെളിച്ചെണ്ണയുടെ വില 350 മുകളിലാണെന്ന് എൻ്റെ അറിവ്. അപ്പോൾ ഇപ്പം തന്നെ ഈ വിളക്കത്തിൻ്റെ ആഴം പരിശോധിച്ചാൽ 1-2 കിലോ വെളിച്ചെണ്ണ അതിനകത്ത് കൊള്ളും. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധാരണ വിളക്കാണെങ്കിലും അതിൽ കിലോ കണക്കിന് എണ്ണ കൊള്ളും. അതിൽ തിരിയിട്ട് ചന്ദനത്തിരി, കർപ്പൂരം ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് വായിക്കുന്നത് എന്താ? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം കുജലീനവാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസീ തെളിഞ്ഞിടുവാൻ വണങ്ങുന്ന ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ ഭഗവാനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൽ വകവെച്ച് തരാം. പക്ഷെ 31 ദിവസവും പ്രാർത്ഥിക്കുന്ന എന്താണ്? ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ. നമ്മളിതൊക്കെ പറയുമ്പോൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു വിമർശനം, ഡോക്ടർ ശ്യാംകുമാർ ഈ 3% വരുന്ന ബ്രാഹ്മണരെ പറ്റി നിരന്തരം വിമർശനം ഉന്നയിക്കുകയാണോ എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു കുട്ടി പിറന്നാൽ ആ ബ്രാഹ്മണ സ്ത്രീയുടെ നോട്ടം സുപ്രീം കോടതി ജഡ്ജിൻ്റെ കസേരയിലേക്കായിരിക്കും, ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിലേക്കായിരിക്കും എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. ഇന്ത്യയുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരിക്കൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റ് തസ്തികയിൽ എത്ര OBC ഉണ്ട്
എത്ര പട്ടികജാതിക്കാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ OBC വെറും 3% താഴെയും പട്ടികജാതിക്കാരുടെ എണ്ണം വട്ടപൂജ്യവുമായിരുന്നു. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറിയൽ തസ്തികയുടെ അവസ്ഥ. ഇന്ത്യയിലെ IIT-കളിലെ അധ്യാപകരുടെ കണക്ക് മാനവ വിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ബാക്കി മുഴുവൻ. അതവിടെ നിൽക്കട്ടെ. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികകളിലും വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അംബേദ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അധികാര കസേരകളിൽ സർവകലാശാലകളിൽ എല്ലായിടത്തും ന്യൂനപക്ഷം വരുന്ന വിഭാഗങ്ങളാണ് അധികാരമേറ്റിരിക്കുന്നതെന്ന്. നമ്മൾ നോക്കുമ്പോൾ ജനസംഖ്യയിൽ ന്യൂനപക്ഷമാണെന്ന് തോന്നും. ആ ജനസംഖ്യയിലെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണ് അധികാര കസേരയിലുള്ളത്. നോക്കൂ, നിങ്ങൾ പറയുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ന്യൂനപക്ഷമാണെന്ന്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളുടെയും തലപ്പത്താരാണ്? ഈ ബ്രാഹ്മണരും സവർണരും. മുഴുവൻ മാധ്യമങ്ങളുടെ, നിങ്ങൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങളും എടുത്ത് പരിശോധിക്കണം, മുഴുവൻ എടുത്ത് പരിശോധിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ അധികാര സ്ഥാനങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം ഭരണഘടന മുന്നോട്ട് വെച്ച പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നു. സംവരണം എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സംവരണം എന്തല്ല, ആനുകൂല്യമല്ല, അത് ഭരണഘടന കൊണ്ടുവന്ന പ്രാതിനിധ്യ ജനാധിപത്യം നടപ്പിലാക്കാൻ കൊണ്ടുവന്ന ഏറ്റവും പ്രയോഗക്ഷമമായ ഒരു ഭരണഘടനാ സൂത്രവാക്യത്തിൻ്റെ പേരാണ് സംവരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെച്ചപ്പെട്ട മറ്റൊരു ഭരണഘടനാ തത്വം കൊണ്ടുവരട്ടെ, എല്ലാവരെയും അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സംവരണമല്ലാതെ വേറെന്ത് മാർഗമാണുള്ളത്? സംവരണം ഉണ്ടായിട്ട് പോലും സുപ്രീം കോടതി നിലവിൽ വന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടും 7 പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടും ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ജഡ്ജിമാർ എണ്ണം എത്രയാണെന്നറിയാമോ? 2 ദളിത് പട്ടികജാതിക്കാരിൽ നിന്ന് 2 ദളിത് ജഡ്ജിമാരാണ് ഉണ്ടായി വന്നിട്ട്. എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു 70 വർഷത്തെ കണക്ക് കൂട്ടിയാൽ 7 ജഡ്ജിമാരാണ് ഉള്ളത് സുപ്രീം കോടതി. 7 പട്ടികജാതി ജഡ്ജിമാർ. പട്ടിക വർഗത്തിൽ നിന്നും 2 ജഡ്ജിമാരാണ് ഈ 7 പതിറ്റാണ്ടിനിടയിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായത്. എന്താ കാരണം? ലക്ഷക്കണക്കാണ് ഇന്ത്യയിലെ ദളിതരുടെ ജനസംഖ്യ. ഇത്രയും ബഹുഭൂരിപക്ഷമായൊരു ജനസംഖ്യ ഉണ്ടായിട്ടൊരു സമുദായത്തിന് സുപ്രീം കോടതിയിൽ ഈ 70 വർഷത്തിനിടയിൽ 7 ജഡ്ജിമാരെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? നമ്മുടെ ജനാധിപത്യം തന്നെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷേ നോക്കൂ, സവർണ വിഭാഗത്തിൽ നിന്നുള്ള ജഡ്ജിമാരാണ് ബാക്കി ഭൂരിഭാഗവും. അതെന്താണ്? പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും LLM-ന് പോകുന്നില്ലേ? LLB-ക്ക് പോകുന്നില്ലേ? അതോ നമ്മൾ പഠിക്കാൻ സമർത്ഥരല്ലേ? നമ്മൾ പഠിക്കാൻ സമർത്ഥരാണ്, നമ്മൾ പഠിക്കാൻ മിടുക്കരാണ്. പക്ഷേ അധികാരസ്ഥാനത്തേക്ക് നമ്മെ അടുപ്പിക്കുന്നില്ല. വേറൊരു കാര്യം ആനുഷംഗികമായി സൂചിപ്പിക്കാനുള്ളത്, നിതിൻ രാജിൻ്റെ ഈ കൊലപാതകം നടന്നപ്പോൾ നമ്മൾ കുറേ MLA-മാരെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രതിനിധികളായിട്ടുള്ള പട്ടികജാതി MLA-മാർ, അതിൽ എത്ര പേര് ഈ നിതിൻ രാജിൻ്റെ മരണത്തിനെതിരെ പ്രതികരിച്ചു? നിങ്ങളൊന്ന് അറിയണം. വാഴ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്രേ ഞാൻ പറയുന്നുള്ളൂ തൽക്കാലം, അതിനപ്പുറത്തേക്ക് പറയുന്നില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുത്തയച്ച പ്രതിനിധികൾ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആകപ്പാടെ ദളിത് ആദിവാസികളുടെ ഒരു കൂട്ടായ്മ നിതിൻ രാജിൻ്റെ സ്ഥാപന ഹിംസയ്ക്കെതിരായി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു ഹർത്താൽ നടത്തി കേരളത്തിൽ. ഈ ഹർത്താൽ നടത്തിയപ്പോൾ അതിനെതിരെ മാധ്യമങ്ങളുടെയും ചില രാഷ്ട്രീയ സംഘ നിരീക്ഷകരുടെയും വലിയ അക്രമ ന്യായീകരണങ്ങളാണ് ഈ ദളിത് ആദിവാസി ഹർത്താലിനെതിരെ ഉണ്ടായി വന്നത്.
ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല. കേരളത്തിലൊരു ആസ്ഥാന സംഘനിരീക്ഷകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ആസ്ഥാന സംഘനിരീക്ഷകൻ, ഞാൻ പുള്ളിക്കിട്ടിരിക്കുന്ന പേര് നുണയ്ക്കരെന്നാണ്, നുണയ്ക്കർ. ഈ ആസ്ഥാന സംഘനിരീക്ഷകൻ നിതിൻ രാജ് മരിച്ചിട്ട് കൊല ചെയ്യപ്പെട്ടിട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന ഈ നുണയ്ക്കർ 18 ദിവസം വരെ മിണ്ടാത്ത നുണയ്ക്കർ ഹർത്താൽ നടന്ന അന്നത്തെ ദിവസം വൈകിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് കേരളത്തിൽ വലിയ അക്രമം നടന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ വലിയ അക്രമം നടന്നു. നോക്കൂ, 2019 ശബരിമല സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം, ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം കേരളത്തിൽ പ്രാദേശികമായും അല്ലാതെയും ഒരു മാസം തന്നെ കേരളത്തിൽ 4 ഹർത്താലുണ്ടായി. 4 ഹർത്താൽ ശബരിമല കർമ്മസമിതിയുടെയും പരിവാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ആ ഹർത്താലിൽ 70ഓളം KSRTC ബസ്സുകളാണ് തച്ച് തകർത്തത്. വടക്കൻ കേരളത്തിൽ മാത്രം 50ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഈ കർമ്മസമിതിക്കാർ ആക്രമിച്ചു. 2019 ജനുവരി 3-ാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് വയനാട്ടിൽ നിന്നും RCCയിൽ പോകാൻ വന്ന 64 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഹർത്താൽ നിമിത്തം ആശുപത്രിയിൽ പോകാൻ വയ്യാതെ മരിച്ചു. പക്ഷേ ഈ ആസ്ഥാന സംഘനിരീക്ഷകൻ വൈകിട്ട് ചാനൽ ചർച്ച വന്ന് പറഞ്ഞു എന്താണ്, തിരുവല്ലയിൽ ഒരു ക്യാൻസർ രോഗിയെ തടഞ്ഞു വെച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ക്യാൻസർ രോഗിയായിട്ടൊരു വാക്കേറ്റം ഉണ്ടായെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഹർത്താൽ സമരാനുകൂലികൾ എന്ത് ചെയ്തു, അവരെ ആശുപത്രിയിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കുക ചെയ്തത്. പക്ഷേ നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ നടന്ന ഹർത്താലുകളുടെ സമരചരിത്രം പരിശോധിച്ചാൽ എന്തുമാത്രം അക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തുമാത്രം ആളുകൾക്ക് പരിക്കേറ്റു. ഈ ശബരിമല നോക്കൂ, ആസ്ഥാന സംഘനിരീക്ഷകൻ ശബരിമല ഹർത്താലിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയാൾ ഒരു വാക്കെങ്കിലും ഈ ശബരിമല വിഷയത്തെ ചൊല്ലി ഈ 70ഓളം KSRTC ബസ്സുകളെ ആക്രമിച്ചത് ശരിയായില്ല എന്ന് ആസ്ഥാന നുണയ്ക്കര് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷേ ദളിതരും ആദിവാസികളെ സംഘടിച്ചപ്പോൾ കേരളത്തിലെ വരേണ്യ മാധ്യമങ്ങളും ഈ ആസ്ഥാന നുണയ്ക്കന്മാരും ദളിതർക്കും ആദിവാസികൾക്കും എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് വെളിയിൽ വന്നിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോരാടേണ്ട ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. ഒരു കാര്യം അധ്യക്ഷൻ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് നായർ വിഭാഗത്തെ പോലെയോ ഈഴവ സമുദായത്തെ പോലെയോ നമ്മളൊരു വോട്ട് ബാങ്ക് ആണോ എന്നൊരു സംശയം അധ്യക്ഷൻ പ്രകടിപ്പിച്ചു. കേരളത്തിലെ ദളിതരും ആദിവാസികളും ഒരു വോട്ട് ബാങ്ക് തന്നെയാണെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക നമ്മൾ വോട്ട് ബാങ്ക് അല്ലെന്ന്. പിന്നെ നമ്മൾ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഈ സംഘടിതമായിട്ട് നമ്മുടെ വോട്ടൊക്കെ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയിലേക്ക് പോകുന്ന എന്തുകൊണ്ട്? നമ്മൾ സംഘടിതരായിട്ടുള്ള വോട്ട് ബാങ്ക് തന്നെ നമ്മളിത് തിരിച്ചറിയുക വേണ്ടത്. നമ്മളിത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നോക്കൂ, കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ സമുദായം തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നു. നായർ സമുദായത്തിൻ്റെ ഇത്ര ശതമാനം വോട്ട് ഇന്ന പാർട്ടിക്ക്, ഈഴവ സമുദായത്തിൻ്റെ ഇത്ര ശതമാനം വോട്ട് ഇന്ന പാർട്ടിക്ക്. പക്ഷെ ദളിതരെ പറ്റി ഒരു വാക്ക് അതിലെവിടെങ്കിലും ഉണ്ടോ? നമ്മളെന്താ വോട്ട് ബാങ്ക് അല്ലേ? നമ്മൾ കുത്തുന്നതൊന്നും വോട്ടല്ലേ? നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ വോട്ട് ബാങ്ക് തന്നെയാണ് എന്നുള്ളതാണ്. അതിന് ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ബ്രാഹ്മണ്യത്തോടും സവർണതയോടുമുള്ള നമ്മുടെ വിധേയത്വം അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. സാംസ്കാരികമായ വിധേയത്വം നമ്മൾ അവസാനിപ്പിക്കാൻ തയ്യാറാവണം. 2, നമ്മൾ രാഷ്ട്രീയ മനുഷ്യരായിട്ട് മാറണം. അതിന് പ്രബുദ്ധമായ ഒരു സമുദായമായി നമ്മൾ മാറിത്തീരണം. 2 കാര്യങ്ങൾ അതിന് വേണം. അതിലൊന്ന്, ഇവിടെ നടക്കുന്നത് പോലെ ഉള്ള മണ്ണാൻ സമുദായ സംഘങ്ങൾ പോലെയുള്ള വ്യത്യസ്ത സമുദായ സംഘടനകളുടെ കൂട്ടായ്മ ഉണ്ടാവണം. ആ കൂട്ടായ്മ ഉള്ളപ്പോൾ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ വ്യത്യസ്ത സമുദായ സംഘങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഒരു പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു സംഘടനാ ശക്തിയാണ് എന്ന് രാഷ്ട്രീയക്കാർക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഈ വേദിയിൽ എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. 2 കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഇന്നലെ സംസ്ഥാന ലാൻഡ് ബോർഡിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്.
സംസ്ഥാന ലാൻഡ് ബോർഡിൻ്റെ ഭൂവിതരണ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. അതായത് സംസ്ഥാന ലാൻഡ് ബോർഡിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നിരിക്കുന്നു. ഗുരുതരമായ ക്രമക്കേടെന്ന് പറഞ്ഞാൽ ഏകദേശം 4000-ലധികം ഹെക്ടർ ഭൂമി ലാൻഡ് ബോർഡ് വിതരണം ചെയ്യാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. പാലക്കാട് തന്നെ 221 ഹെക്ടർ ഭൂമിയാണ് വിതരണം ചെയ്യപ്പെടാതെ ഗുരുതരമായ ക്രമക്കേട് കാരണം നിലനിൽക്കുന്നത്. നമ്മളാരും ഈ സംഗതി അറിഞ്ഞിട്ടില്ല. ഈ പാലക്കാട് 221 ഹെക്ടർ ഭൂമി ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിതരണം ചെയ്യേണ്ടതാണ്. പക്ഷേ ആ വിതരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ആർജവമുള്ള ബോധ്യമുള്ളവരായി മാറുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അത് നമ്മുടെ സമൂഹത്തിൽ ആകമാനം നടക്കുന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതും കൂടെ പറയാതെ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ നിവൃത്തിയില്ല. അത് നമ്മൾ ഈശ്വരവിശ്വാസികളായിക്കോട്ടെ, ഈ ഈശ്വരവിശ്വാസികളല്ലാത്തവരായിക്കോട്ടെ, എന്തു തന്നെയും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ദാസ്യ മനോഭാവമുള്ളവരായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുത്തച്ഛൻ്റെ രാമായണത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ധാരാളം കാവുകളും കുളങ്ങളും ഒക്കെ ഉള്ളൊരു സമുദായമാണ്. പക്ഷേ നമുക്ക് ഈ കാവുകളും കുളങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പോലും നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി ഇവിടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിച്ചു, ഇവിടെ അനൗൺസ്മെൻറ്റിൽ സൂചിപ്പിച്ചു നമ്മളെ വലിയ പാരമ്പര്യമുള്ളവരാണെന്ന്. പക്ഷേ നമ്മുടെ കാവുകളിലും കുളങ്ങളും ഒക്കെ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഏതെങ്കിലും ജ്യോത്സ്യനെ വിളിച്ചു വരുത്തും, പ്രശ്നം വെക്കും, ഏതെങ്കിലും ഒരു ബ്രാഹ്മണ പൂജാരിയെ കൊണ്ടുവരും, അവരെ കൊണ്ട് പൂജ നടത്തിക്കും, നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കും. ഇതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെയ്യത്തെ പറ്റി പറയുന്നു, പക്ഷേ തെയ്യം കെട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ ദൈവം. അത് കഴിഞ്ഞാൽ തെയ്യം കെട്ടുന്ന ആൾ ആര് തന്നെ? അയിത്തയാദിക്കാരൻ തന്നെ. ഈ അവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം ഉണ്ടാകും? നോക്കൂ, മുമ്പ് തെയ്യക്കാവുകളിൽ ഒരു ബ്രാഹ്മണൻ വന്ന് പൂജ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഇപ്പോൾ പൂജാരി വരുന്നു, ഗണപതി ഹോമം നടത്തുന്നു, ഈ പരിപാടിയിലേക്ക് മാറിപ്പോൾ നമ്മുടെ പാരമ്പര്യം ബ്രാഹ്മണവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്ത് തനിമയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? നമ്മുടെ പൂജാദ്യനുഷ്ഠാനങ്ങളും നമ്മുടെ ആചാരക്രമങ്ങളും മറ്റേതോ സമുദായത്തിൻ്റെ പുരോഗതിന് കീഴ്വഴങ്ങിക്കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വെജിറ്റേറിയനിസത്തിന് കീഴ്പ്പെടുന്നു. നമ്മൾ പണ്ട് പുരാതന കാലം മുതലേ അവിയലും സാമ്പാറും കഴിച്ചിരുന്നവരാണോ? അല്ല. പക്ഷേ എനിക്ക് വ്യക്തമായിട്ടറിയാം, ഇന്ന് ഉച്ചക്കത്തെ ഇവിടുത്തെ പരിപാടിയിലും എന്തായാലും ഇറച്ചിയും മീനും ഒന്നും കാണില്ല. ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വാൽമീകി രാമായണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വാൽമീകി രാമായണത്തിൽ രസകരമായൊരു സംഭവമുണ്ട്. രാമനും സീതയും ആദ്യം ചിത്രകൂടത്തിലൊരു ആശ്രമം പണിയുകയാണ്. ആശ്രമം പണിയുമ്പോൾ വാസ്തുബലി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പോൾ വാസ്തുബലി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെള്ളച്ചോറ് ഉരുള ഉരുട്ടി വെക്കുന്നതിൻ്റെ പേരാണ് വാസ്തുബലി, അല്ലേ? ആണ്. ഞാൻ തന്ത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഏതാണ്ട് 10 കൊല്ലത്തിലധികം കാലം തന്ത്രവും ജ്യോതിഷവും വേദാന്തവും ഒക്കെ അനൗപചാരികമായി പഠിച്ച ഒരാളാണ്. ഏതാണ്ട് എൻ്റെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്ത്രം പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് 50ഓളം ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രം എനിക്ക് നന്നായിട്ടറിയാം. തന്ത്രഗ്രന്ഥങ്ങളും വളരെ ആഴത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ പറയുന്നൊരു കാര്യം, രാമനും ലക്ഷ്മണനും കൂടി പോയി ഒരു മാനിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്തിനാണെന്നറിയാമോ? വാസ്തുബലി സമർപ്പിക്കാൻ വേണ്ടി. മാനിനെ പിടിച്ചുകൊണ്ട് വന്ന് തീയിൽ ചുട്ടെടുത്ത് അരിഞ്ഞ് ഉരുളയാക്കി വാസ്തുബലി രാമനും ലക്ഷ്മണനും നടത്തിയെന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു വാസ്തുഗ്രന്ഥമാണ് മയമതത്തിൽ വാസ്തുബലിക്ക് സമർപ്പിക്കേണ്ട ദ്രവ്യങ്ങളെ പറ്റിയുള്ള വളരെ വിശദമായ വിവരണങ്ങൾ കാണാം. അതായത് ഉണക്ക ഇറച്ചി, ഉണക്ക മത്സ്യം, ഇതൊക്കെയാണ് വാസ്തുബലിക്ക് വാസ്തുബലിയായി സമർപ്പിക്കേണ്ടത് എന്ന് മയമതം പറയുന്നു. അതും കൊണ്ട് കഴിഞ്ഞില്ല. സീതയും രാമനും കൂടെ വനവാസത്തിന് പോകുന്ന സന്ദർഭത്തിൽ സീത ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഒരു രംഗം വാൽമീകി രാമായണത്തിലുണ്ട്. യക്ഷ്യേ ത്വാം പ്രിയതാം ദേവി
അല്ലയോ യക്ഷി, നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ നിനക്ക് ഞങ്ങൾ എന്ത് നൽകാം? സുരാകട സഹസ്രേണ മാംസഭൂതൗദനേന ച. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നിനക്ക് ഞങ്ങൾ എന്ത് നൽകാം? സുരാകട സഹസ്രേണ 1000 മദ്യകുംഭങ്ങൾ നൽകാം. പിന്നെയോ മാംസോദനം നൽകാം. ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസം എന്ന് പറഞ്ഞാൽ മാംസം എന്ന് തന്നെ അർത്ഥം. അപ്പം മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാംസച്ചോറ്. ബസ്മതിയുടെ റൈസ് വാങ്ങിച്ച് ചോറ് വെച്ച് ചിക്കൻ പൊരിച്ച് അതിനകത്തിട്ടാൽ നിങ്ങളതിനെ എന്ത് പേരിൽ വിളിക്കും? എന്ത് പേരിൽ വിളിക്കും? ചേട്ടാ, ഇവിടുത്തെ സമുദായങ്ങൾക്ക് ശബ്ദം കുറവാണോ? ബിരിയാണി എന്നാണ് വിളിക്കുക. അപ്പോൾ സീത ഗംഗാദേവിക്ക് വഴിപാടായി നേർന്നത് എന്താണ്? ബിരിയാണിയാണ്. ചേട്ടാ, ഇപ്പം അമ്പലത്തിലെല്ലാം പാൽപ്പായസം വെള്ളച്ചോറ്. ഇപ്പം ഇവർ വെജിറ്റേറിയന്മാരായി മാറി. ഭരദ്വാജനെ അന്വേഷിച്ച് ഭരത മഹർഷി ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ രാമനെ തേടി വന്നത്. അങ്ങനെ രാമനെ തേടി വന്നപ്പോൾ അതിഥിയെ സൽക്കരിക്കുവാൻ അന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ തേയില ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് തേയില കൃഷി ആരംഭിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ തേയില കൃഷി ആരംഭിച്ചത്. അന്ന് കാപ്പിപ്പൊടി ഉണ്ടായിരുന്നില്ല, കാരണം കൊളോണിയൽ ഭരണം ആരംഭിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഭരദ്വാജ മഹർഷി ഭരതനെ സൽക്കരിച്ചത്? എങ്ങനെയാണ്? ആജൈശ്ചാപിജ വാരാഹൃഷ്ടേ നവരസം ചെയ്ഹി. ആജം എന്ന് പറഞ്ഞാൽ അജം, ആട്, മാട്ടിറച്ചി കൊടുത്തു ഭരദ്വാജ മഹർഷി ഭരതന്. പന്നിയിറച്ചി കൊടുത്തു. വരാഹം എന്ന് പറഞ്ഞാൽ പന്നി എന്നർത്ഥം. പക്ഷെ ഇന്ന് ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവം എന്ന് കേട്ടാൽ നമ്മളെല്ലാം പിന്നെ പച്ചക്കറി കടയിലോട്ട് പോയി കിറ്റ് കണക്കിന് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്ന് സാമ്പാർ, അവിയൽ, ഓലൻ, കോലൻ, താലൻ, ഈ പരിപാടിയാണ്. പക്ഷേ ഈ പറഞ്ഞ ദൈവങ്ങളൊന്നും പച്ചക്കറി കഴിച്ചിട്ടില്ല. കാരണം അന്ന് വിപുലമായ കൃഷി ഉണ്ടായിരുന്നില്ല. വനവാസത്തിന് പോകുന്ന സന്ദർഭത്തിൽ സീതയുടെ കഷ്ടപ്പാടോർത്ത് കൗസല്യ ദുഃഖിക്കുന്നുണ്ട്. കൗസല്യ പറയുന്നുണ്ട്, അയ്യോ, സീത ഇനി കാട്ടിൽ പോയാൽ കാട്ടിലെ വരുന്നെല്ലിൻ്റെ ചോറുണ്ണേണ്ടി വരുമല്ലോ, കൊട്ടാരത്തിൽ കിട്ടുന്ന ഒരു ഭക്ഷണവും കിട്ടത്തില്ല എന്ന് കൗസല്യ വിലപിക്കുന്നുണ്ട്. രാമായണ സീരിയലിലാണ് മേശപ്പുറത്ത് ആപ്പിൾ ഓറഞ്ച് ഇരിക്കുന്നത് നമ്മൾ കാണുക. വാൽമീകി രാമായണത്തിൽ ആപ്പിൾ ഓറഞ്ച് ഇല്ല. കാരണം മുഗളന്മാർ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ആപ്പിൾ കൃഷി ആരംഭിച്ചത്. ശ്രീകൃഷ്ണ പരമ്പരയിൽ ചപ്പാത്തി ഇരുന്ന കൃഷ്ണനെ നമ്മൾ കണ്ടെന്നിരിക്കും. പക്ഷേ ഗോതമ്പ് കൃഷി ആരംഭിച്ചത് അടുത്ത കാലത്താണ്. ഗോതമ്പ് കൃഷിയുടെ ചരിത്രം പരിശോധിക്കണം. നമ്മൾ ഈ ചരിത്രമെല്ലാം മനസ്സിലാക്കണം. നമ്മളെങ്ങനെ വെജിറ്റേറിയന്മാരായി മാറി? നമ്മളങ്ങനെ ഇതിനൊക്കെ കീഴ്പ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. ഇന്ദ്രൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന വിഭവം എന്ന് പറഞ്ഞാൽ ആട്ടിറച്ചിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടം പുള്ളിക്ക് അതായിരുന്നു. നമ്മുടെ ചില അടിസ്ഥാന ഗ്രന്ഥപാഠങ്ങൾ ജാതി മൂല്യവ്യവസ്ഥകളെ നിലനിർത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം. ഋഗ്വേദത്തിലെ പ്രസിദ്ധമായൊരു സൂക്തമുണ്ട്, പുരുഷ സൂക്തം. അമ്പലത്തിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്താറുണ്ടില്ലേ? എന്തിനാണ്? വഴിപാട് ഓരോരോ പട്ടികയിൽ കാണാം. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ എന്ത് കിട്ടും? മനസമാധാനം. പക്ഷേ പുരുഷ സൂക്ത മന്ത്രത്തിൽ പറയുന്നത് എന്താണ്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഭാഗവത പുരാണത്തിൽ പറയും, വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും പാദങ്ങളിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്ന് ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു. വൈക്കം വീരർ എന്നറിയപ്പെടുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ഒരിക്കൽ ചോദിച്ചു, വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനുണ്ടായി, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, ഊരുക്കളിൽ നിന്ന് വൈശ്യരുണ്ടായി, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി, പട്ടികജാതിക്കാരും പട്ടികവർക്കാരും എവിടെ നിന്നുണ്ടായി? പെരിയാർ പറഞ്ഞു, അവരൊക്കെ അവരവരുടെ അച്ഛനമ്മമാർക്കുണ്ടായി. പെരിയാർ പറഞ്ഞു, അവരുടെ തന്തമാർക്കും തള്ളമാർക്കും ഉണ്ടായവരാണ്, അല്ലാതെ വിരാട് പുരുഷനുണ്ടായവരല്ല. ആത്മാഭിമാനത്തിൻ്റെ ഒരു പുതിയ ചരിത്രം പെരിയാറും മറ്റും നമ്മുടെ മുമ്പിൽ രചിച്ച് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, നമ്മൾ ആർഷഭാരതത്തിൻ്റെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥപാഠങ്ങളും ജാതി വ്യവസ്ഥയെ നിലനിർത്തുകയും അയിത്തത്തെ തൊട്ടുകൂടായ്മയെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം സാംസ്കാരികമായി നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയമായി നമുക്ക് സംഘടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മളെ അടിമപ്പെടുത്തുന്ന ഗ്രന്ഥപാഠങ്ങൾക്ക് നമ്മൾ അടിമകളാകാൻ പാടില്ല. അങ്ങനെ അടിമയായി കിടന്നാൽ നമുക്ക് അയിത്തത്തിനെതിരെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പോരാടാൻ കഴിയില്ല. അങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പോരാടാൻ കഴിയണമെങ്കിൽ നമ്മളെ അടിമപ്പെടുത്തുന്ന ഗ്രന്ഥപാഠങ്ങൾക്ക് നമ്മുടെ തല കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. അതിൽ നിന്ന് നമ്മൾ പിന്തിരിയണം.
നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ കാവുകളും നമ്മുടേതായിട്ട് സംരക്ഷിക്കാൻ തയ്യാറാവണം. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് സംഭാഷണം അവസാനിപ്പിക്കാം. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ പുലയ സമുദായത്തിന് ഒരമ്പലം ഉണ്ടായി വന്നതിൻ്റെ ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് KPMSൻ്റെ ഒരു അമ്പലമുണ്ട്. അവർക്ക് പമ്പയാറ്റിൽ നിന്നൊരു വിഗ്രഹം കളഞ്ഞു കിട്ടി. ഒരാൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയത് ശിവലിംഗം. അതുകൊണ്ടൊന്നൊരു ആലിൻ്റെ ചുവട്ട് വെച്ച് പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ തന്ത്രമൊക്കെ അറിയാവുന്ന ആളാണെന്ന് കണ്ടുകൊണ്ട് KPMSൻ്റെ സെക്രട്ടറി എന്നെ സമീപിച്ചു. സാറൊന്ന് വന്നൊരു ദേവപ്രശ്നം വെക്കുകയാണെങ്കിൽ ക്ഷേത്രം പണിയാം. ഞാൻ പറഞ്ഞു ദേവപ്രശ്നമൊന്നും വെക്കുകയില്ല, പക്ഷെ വരാൻ തീർച്ചയായും. ദേവപ്രശ്നത്തിലൂടെയല്ല ഞാൻ കാര്യങ്ങൾ കാണുന്നത്, ഈ അകക്കണ്ണിലൂടെയാണ്. കണ്ണടച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു വരും കാര്യങ്ങൾ. അവിടെ ചെന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെ ഈ ക്ഷേത്രത്തിൽ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ പ്രതിഷ്ഠ ചെയ്താൽ മതി എന്നാണ് കാണുന്നത്. കാണുന്നതെന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. എൻ്റെ അഭിപ്രായം പറഞ്ഞ് അംഗീകരിക്കുമോ? കാണുന്നത് എന്ന വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. അവരാ വാക്യം അംഗീകരിച്ചു. കാരണം കാണുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നതല്ല, മുകളിൽ നിന്ന് ആരോ എന്നെ കാണിച്ചു തരുന്നത്. അതാണ് കാണുന്നത് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രസക്തി. അങ്ങനെ ദളിത് സമുദായ അംഗമായിട്ടുള്ള ഒരാൾ പ്രതിഷ്ഠിച്ചു. വലിയ മഹോത്സവങ്ങൾ നടക്കുന്നു, ഒരു പ്രശ്നവുമില്ല. ഈ രീതിയിലൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളുടെ കല്യാണം നടക്കുന്നില്ലെങ്കിൽ പ്രകാശവർഷം അകലെയുള്ള ചൊവ്വയെ പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നാസ ചൊവ്വയിലേക്ക് പേട വഹിക്കുമ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ചൊവ്വാക്ഷേത്രത്തിൽ പോവുക. ചൊറിച്ചിൽ വന്നാൽ ആദ്യം പോകുന്ന സ്കിൻ ഡോക്ടറുടെ അടുത്തല്ല, പാമ്പിനെ പറ്റിയാണ് നമ്മുടെ ചിന്ത. ഈ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായി കൂടി പ്രബുദ്ധരാകേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പ്രക്ഷുബ്ധരാകുക, സംഘടിക്കുക. പ്രക്ഷുബ്ധത എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് വേണം. എന്തു വന്നാലും അതിനുവേണ്ടി നിൽക്കുമെന്ന് പറയുന്ന ഒരു പോരാട്ട വീര്യം നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ ഓരോ വീട്ടിലുള്ള ഓരോ ചെറുപ്പക്കാർക്കും പകർന്നു കൊടുക്കാൻ കഴിയണം. ആ പോരാട്ട വീര്യമാണ് മഹാത്മാ അയ്യങ്കാളിയിലും ഡോക്ടർ BR അംബേദ്കറിലും നമ്മൾ കാണുന്നത്. ആ പോരാട്ട വീര്യം നോക്കൂ. മഹാത്മാ അയ്യങ്കാളി ദരിദ്രനായ ഒരാളായിരുന്നില്ല. ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഒരാളായിരുന്നു മഹാത്മാ അയ്യങ്കാളി. തീർത്തും ദരിദ്രനായ ആളായിരുന്നില്ല. ഡോക്ടർ BR അംബേദ്കർ തൻ്റെ പിതാവിനെ കാണുവാനായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഉള്ളതായിട്ടാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആത്മകഥാപരമായ സംഭാഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോരാടി നേടിയതാണ്. ഒന്നും നമ്മുടെ കയ്യിൽ ആരും വെച്ച് തന്നതല്ല. ആരും നമ്മുടെ കയ്യിൽ ഒന്നും വെച്ച് തന്നിട്ടില്ല. കേവലം 100 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ സമുദായം വിദ്യാഭ്യാസം നേടിയിട്ട്. പക്ഷേ ഈ 100 വർഷം കൊണ്ട് നമ്മുടെ സമുദായം എത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ സമുദായത്തിൽ നിന്ന് കളക്ടർമാരുണ്ടായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ധാരാളം അധ്യാപകരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം മന്ത്രിമാരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ദളിത് സമുദായ അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു അവബോധം എല്ലാ ജാതി ഉപജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഞങ്ങൾ ദളിതരാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പൊതുബോധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യുവാനും ജനാധിപത്യപരമായി കൂടുതൽ ശക്തിപ്പെടുവാനും നമുക്ക് കഴിയും. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. നമ്മൾ തീർച്ചയായിട്ടും ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ ഈ സമ്മേളന നഗരിൽ നമ്മൾ വിട്ടുപോകാവൂ. നമ്മളൊരു വോട്ട് ബാങ്ക് തന്നെയാണ്. സംശയരഹിതമായി നമ്മളൊരു വോട്ട് ബാങ്ക് തന്നെയാണ്. അത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി രാഷ്ട്രീയത്തെ നയിക്കുന്ന നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച MVSSൻ്റെ സംഘാടകരോട്, ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ജയ് ഭീം, ജയ് സംവിധാൻ.